ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ കീം അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കീം പോർട്ടൽ എടുത്ത് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ പോർട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറണം. അതിൽ മാർക്ക് സബ്മിഷൻ ഫോർ B.Arch എന്ന് സൈഡിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതിനുള്ള റൂൾസും റെഗുലേഷൻസും ഒന്ന് വായിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടതാണ്. അപ്പം നാറ്റ ആപ്ലിക്കേഷൻ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നാറ്റ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചിട്ട് മറ്റ് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കത് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു പോപ്പപ്പ് ബോക്സ് വരുന്നുണ്ട്. പോപ്പപ്പ് ബോക്സിൽ പറയുന്നുണ്ട് കീമുകാർ ഉദ്ദേശിക്കുന്നത് റോൾ നമ്പർ ആണെന്ന്. അപ്പോൾ റോൾ നമ്പർ ആണെങ്കിലും 9 ഡിജിറ്റ്സ് റോൾ നമ്പർ അല്ല ഉള്ളത് നമുക്ക്. അപ്പോൾ അതിൽ ലാസ്റ്റ് 9 ഡിജിറ്റ്സുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് പ്രൊസീജിയറുകൾ ചെയ്യാനാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് നാളെ സിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എൻ്റർ ചെയ്താലും മതി. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനും അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു ഡൗട്ട്. പക്ഷേ ലാസ്റ്റ് 9 ഡിജിറ്റ്സ് റോൾ നമ്പറിൻ്റെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പ്രൊസീജിയറുകളെല്ലാം തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോപ്പപ്പാണ് പറഞ്ഞിട്ടുള്ളത് 8 ഡിജിറ്റ് നാറ്റ റോൾ നമ്പർ എൻ്റർ ചെയ്യൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഇഷ്യൂ മാത്രമാണ് ഈ ഒരു മാർക്ക് എൻട്രിയുടെ സമയത്ത് നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് +1 +2 കമ്പൈൻഡ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റിൽ 200 ഔട്ട് ഓഫ് ഉള്ളതാണ് എൻ്റർ ചെയ്യേണ്ടത്. CBSE ICSE സ്റ്റുഡൻസിന് +2 മാർക്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. +1ൻ്റെ കമ്പൈൻഡ് എടുക്കില്ല CBSEക്കും ISEക്കും. എന്നാൽ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് +1 +2ൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റാണ് ഫൈനൽ മാർക്ക് ലിസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 200 ആയിരിക്കും പെർ സബ്ജക്ട്സ് വരുന്നത് സ്റ്റേറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ, നാറ്റോ സ്കോർ കാർഡും +1 +2 സ്കോർ കാർഡും നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് PDF ആക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ PDF ആക്കി കിട്ടുന്നതിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് കംപ്രസ് ചെയ്ത് ഓൺലൈൻ PDF കംപ്രസേഴ്സൊക്കെ അവൈലബിൾ ആണ്. കംപ്രസ് ചെയ്ത് ചെറിയ സൈസ് ആക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ടത്. വൺസ് ഈ 2 ഫയലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നിങ്ങളുടെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് മൊത്തം കാണുന്ന രീതിയിൽ. അപ്പോൾ വൺസ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിനൊക്കെ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്യൂച്ചർ റെഫറൻസിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കംപ്രസ് ചെയ്ത 2 സംഭവങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.